കോതമംഗലം പൂയംകുട്ടിയിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായി. പൂയംകുട്ടി സ്വദേശി ബെന്നി വർഗീസിനാണ് പരിക്കേറ്റത്. ബെന്നിയുടെ സ്കൂട്ടറും ആന തകർത്ത് കളഞ്ഞു. ബെന്നിയെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരം വെളുത്തതിന് ശേഷം 6:30-ക്ക് ആനയുടെ ആക്രമണം ഉണ്ടായതാണ്. ഇവിടെ റബ്ബർ ടാപ്പ് ചെയ്യാൻ വന്ന ഒരു കർഷക തൊഴിലാളിയെ ആന വാഹന സഹിതം ചവിട്ടിക്കുട്ടിയിട്ടേക്കെന്നാണ് കാണുന്നത്. വാഹനത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പോൾ ആളുകളെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. ഫെൻസിങ് ഓൾറെഡി കിടക്കുന്നതാണ്, ഇതെല്ലാം നശിച്ച് കിടക്കുന്നതാണ്, പോയി കിടക്കുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, പഞ്ചായത്തിലും റേഞ്ച് ഓഫീസിലേക്ക് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇതുവരെ നടപടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവർ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. SKN ഇന്ന് രാവിലെ 6:30-നാണ് ബെന്നിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി ബെന്നി വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ പോകുന്ന വഴിക്കാണ് കപ്പേളപ്പടിക്ക് സമീപത്ത് വെച്ചിട്ട് കാട്ടാനക്കൂട്ടത്തെ കാണുന്നത്. സ്കൂട്ടർ നിർത്തുന്നതിനിടെ ആ ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു ആന ഓടി വന്ന് ബെന്നിയുടെ സ്കൂട്ടറിലേക്ക് അടിക്കുകയായിരുന്നു. തുടർന്ന് ബെന്നിയെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സ്ഥലത്ത് നിന്ന് ഉരുണ്ട് മാറിയ ശേഷം ബെന്നി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബെന്നിക്ക് ശരീരത്ത് പരിക്കേറ്റിട്ടുണ്ട്. ബെന്നിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന എത്തുന്നത് ടാപ്പിംഗ് ഉൾപ്പെടെ ഉള്ള ജോലികൾക്ക് പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ മുതൽ പരാതി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഒരു തൊഴിലാളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുകയും പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.